ഹലോ ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇതാ വീക്കെൻഡാണ്. ബാക്കിയുള്ള ദിവസമൊന്നും കാര്യമായി ഒന്നും സംഭവിക്കാറില്ല. വീക്കെൻഡ് പിന്നെ രാവിലെ എണീറ്റ് ഒരു അമ്പലത്തിൽ പോക്ക് മസ്റ്റാണ്. അതും എല്ലാ സാറ്റർഡേയും നമ്മൾ 3 പേരും കൂടെ അമ്പലത്തിൽ പോകും. മിക്കവാറും ദിവസങ്ങളിൽ പോട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ഒരു ഉള്ളതിരിയൊക്കെ കത്തിച്ച് അയ്യപ്പൻ്റെ അമ്പലമാണ്. പിന്നെ നല്ല പായസമൊക്കെ കിട്ടും. പായസം എന്നും രാവിലെ 9 മണിക്ക് പോയാൽ കിട്ടും. പാൽപ്പായസം നെയ് പായസം. അപ്പം മിത്തൊരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ സാറ്റർഡേയും വീട്ടിലെത്തുക. അപ്പോൾ ഇന്നിതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലാണ്. ഇപ്രാവശ്യം ചെറിയൊരു അബദ്ധം പറ്റി. എൻ്റെ മീൽ പ്രപ്പ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, എനിക്ക് സമയം കിട്ടിയില്ല. ഫ്രൈഡേ കംപ്ലീറ്റ് ഷൂട്ടിംഗ് ആയ കാരണം മീൽ പ്രപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ പറയാറില്ല, സാറ്റർഡേ സൺഡേ ആണെങ്കിൽ മീൽ പ്രപ്പ് ചെയ്യാം. അത് കഴിഞ്ഞൊരു 2-3 വീക്സായിട്ട് സക്സസ്ഫുള്ളി അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ സാറ്റർഡേ സൺഡേ നല്ല സമയം കിട്ടും, നല്ല റിലാക്സ് ചെയ്യാൻ പറ്റും. നമുക്കും ഒരു വീക്കെൻഡ് എന്ന് പറഞ്ഞ പോലെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നും പണിയെടുക്കൽ തന്നെയല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് പറ്റിയില്ല, എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശയും സ്റ്റൂ ഉണ്ടാക്കാം എന്നുള്ളത്. ഇത് സ്വീറ്റ് പൊട്ടറ്റോ, നമ്മുടെ അവിടെ എപ്പോഴും മിക്ക ദിവസവും ഉണ്ടാകുന്നൊരു വിഭവമാണ് സ്വീറ്റ് പൊട്ടറ്റോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണല്ലോ. പിന്നെ അതിൻ്റെ സ്റ്റൂ ഭയങ്കര ടേസ്റ്റാണ്. ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് ഈ കപ്പ കൊണ്ട് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ മറ്റേ സ്റ്റൂ ഉണ്ടാക്കും. അതിനേക്കാളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഒന്നുമില്ല, വെറുതെ സവോളയും പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഞാൻ നല്ല തിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെ എന്താ പറയുക കറിവേപ്പില ഇടും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ റെഡിയായി. ഇനി ഞാൻ കഴിക്കാൻ പോട്ടെ. വീക്കെൻഡ് ആണെങ്കിലും ഇവിടെ എല്ലാവരും ബിസി ആട്ടോ. ഒരാളെ വിളിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോരോ പണികളായിരിക്കും. അപ്പം ഞാൻ എന്തായാലും വിശന്നിട്ട് ഇരിക്കാറില്ല. എനിക്ക് ഗ്യാസ് കയറുന്ന പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ആരും കാത്തിക്കാതെ ഞാൻ തന്നെ ഭക്ഷണം കഴിക്കും. കൂട്ടത്തിൽ എനിക്ക് ഒരു അടിപൊളി ബുക്കും കിട്ടിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് ഞാൻ കഴിക്കാൻ അവരെപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ വിചാരിച്ചു കൂട്ടോ. എല്ലാവർക്കും ഉള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ബുക്കിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. 2026 ഇതിന് മുന്നേ ഒരു 2024 ഞാൻ ഇതുപോലെ തീരുമാനം എടുത്തിരുന്നു, ബുക്സ് വായന കുറച്ചും കൂടെ കൂട്ടണം എന്നുള്ളത്. കാരണം പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ ഈ ലൈബ്രറിയിലെ മെമ്പർഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എവിടെയോ ഞാനിത് മറന്നുപോയി, മടിച്ചായി, അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേ 2024 എനിക്കത് അത്ര അങ്ങോട്ട് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ 26 തുടങ്ങിയ മുതൽ ഞാനിപ്പോൾ ഒരു 6 മന്ത്സായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബുക്ക് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഓരോരോ ബുക്കായിട്ട്, ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് ആതിര തന്നതാണ്, അഖിൽ പി ധർമ്മജൻ്റെ രാത്രി 12-ന് ശേഷം എന്നുള്ള ഈ ബുക്ക്. അപ്പം ഞാൻ എൻ്റെ ബുക്ക്സ് വായിച്ചിട്ടുള്ളത് അവൾക്ക് കൊടുക്കും. അപ്പം ഞങ്ങളിങ്ങനെ തീരുമാനിച്ചിട്ടുള്ളതാണ്, അതായത് ഒരേ ബുക്ക് വാങ്ങണ്ട. ഒരേ ബുക്കാകുമ്പോൾ നമുക്കിങ്ങനെ കൈമാറാൻ പറ്റില്ല. ആതിരയും നന്നായിട്ട് വായിക്കും. അപ്പോൾ അങ്ങനെ കേട്ടോ. പക്ഷേ എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിർത്തിയത്. അതായത് എനിക്ക് എന്തെങ്കിലും അത്ര ഇഷ്ടപ്പെട്ട ബുക്കാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് അതിന് എത്ര വലിയ ബുക്കാണെങ്കിലും അത് അപ്പം തന്നെ ഇരുന്ന് വായിച്ച് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് പണികളൊന്നും നടക്കില്ല. അപ്പോൾ അതെനിക്ക് പക്ഷേ ഒരു വിഷയമല്ല. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു ഡെയിലി ലൈഫ് സ്റ്റൈലിനെ ബാധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് നിർത്തിയതായിരുന്നു. ഇതിന് മുന്നേ ആയിട്ടും എനിക്ക് ഈ ബുക്ക് എന്നുള്ളത് മാത്രമല്ല, അപ്പോൾ ഈ സീരീസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സീരീസൊക്കെ ഉണ്ടായിരുന്നു. പണ്ടത് ജസ്റ്റ് ആൻഡ് മാജിക് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും മുന്നേ. അത് ഒരു എത്ര സീരീസ് ഉണ്ടാവും, പക്ഷെ അത് മുഴുവൻ എനിക്ക് ഒന്ന് കഴിയുമ്പോഴേക്കും എനിക്കത് വേറൊരു പണിയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ ഇരുന്ന് കണ്ട് പുറത്തുനിന്ന് ഫുഡ് വാങ്ങി, മിഥുനാണെങ്കിലും പുറത്തുനിന്ന് ഫുഡ് കൊടുത്ത് എനിക്കത് തീർക്കണം എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതായപ്പോൾ ഞാൻ തന്നെ നിർത്തി. ശരിയാവില്ല, ഇങ്ങനെ ഭയങ്കര ഇതായി കഴിഞ്ഞപ്പോൾ സീരീസ് ആണെങ്കിലും അത് അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ കാണാറില്ല. അതായത് ഓക്കെ ഒരു ഇത് കഴിഞ്ഞാൽ അടുത്തത് വരെ വെയിറ്റ് ചെയ്യുക, അങ്ങനെ ഞാൻ മെല്ലെ പിന്നെ നിർത്തലായി. അതുപോലെ തന്നെയായിരുന്നു ബുക്കും. ഇപ്പോൾ പക്ഷേ എനിക്ക് ആ ഒരു വൃത്തിയായിട്ട് സ്വഭാവം രണ്ടാമതും വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇതിപ്പോൾ ഞാൻ രാവിലെ ഇരിക്കണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ സമയം എത്രയെന്നറിയോ? ഇനി ഇത്രയും വായിച്ചു തീർക്കാണ്ട് ഇതും കൂടെ വായിച്ചാൽ ഇന്നിപ്പോൾ ലഞ്ചും ഒക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പം നമ്മളങ്ങനെ ഇന്നാണെങ്കിൽ മീൽ പ്രപ്പും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന് മീൽ പ്രപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ചെയ്യേണ്ട ദിവസം ഇന്നലെ കംപ്ലീറ്റ് ഷൂട്ടിംഗ് ഡേ ആയിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സാറിൽ ഇന്നിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുക, അപ്പോഴാണ് ഈ ബുക്ക് കിട്ടിയത് ഇന്നലെ. അപ്പോൾ സാധാരണ ഇങ്ങനത്തെയൊക്കെ ഇപ്പോൾ ഞാൻ വായിക്കാൻ ശ്രമിക്കാറ് മൺഡേ ട്യൂസ്ഡേ അങ്ങനെയൊക്കെ. അപ്പോൾ രമേശേട്ടനും മിത്തും പോകുമല്ലോ. അപ്പോൾ 8 മണിയാകുമ്പോഴേക്കും എൻ്റെ ലഞ്ചും ഇതൊക്കെ ഉണ്ടാക്കി കഴിയും. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ മുതൽ പിന്നെ വന്ന് ഉച്ചയ്ക്ക് 1-2 വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആവും. അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഇത് കിട്ടിപ്പോയത് ഇന്നലെ ആയതുകൊണ്ട് കഷ്ടകാലത്തിന് ഞാനിത് വായിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി ഞാൻ വായിക്കാൻ തുടങ്ങി എങ്ങനെയോ ഞാൻ രാത്രി ഇത് കടന്നു വായിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര രസമുണ്ട്, അതിങ്ങനെ നിർത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേക്ക് രാവിലെ ആവാൻ വേണ്ടി കാത്തിക്കരുന്നു. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ എന്നെപ്പോലെ അങ്ങനെ, അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്നെപ്പോലെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടോ, അതിന് വല്ല പോംവഴിയുണ്ടോ എന്നുള്ളതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം ഇതൊരു ഭയങ്കര പ്രശ്നമാണ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് നിർത്താനും പറ്റുന്നില്ല. ഞാൻ വേഗം ഇവരൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് നന്നായിരുന്നത്, സാറ്റർഡേ ഇവരൊക്കെ എവിടെയെങ്കിലും പോകായിരുന്നില്ല, എന്നാൽ പിന്നെ എനിക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നത് ഫുള്ളായിരുന്നു വായിക്കായിരുന്നല്ലോ എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നും. പക്ഷെ അതല്ലല്ലോ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. ഷൂട്ടിങ്ങും ഭാഗ്യത്തിന് ഞാൻ എല്ലാവരും തീർത്ത് വെച്ചു. ഷൂട്ടിംഗ് ഇല്ല, പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുക്കണം. അങ്ങനെ
അപ്പോൾ നല്ല രസമുണ്ട് ഇതിങ്ങനെ വായിച്ച് വരണം. അപ്പം ഞാൻ ഇങ്ങനൊരു സംഭവം എൻ്റെ ഈ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് നിർത്തിയതായിരുന്നു. കാരണം എനിക്കിത് കണ്ടിന്യൂസ് വായിച്ചു തുടങ്ങി എനിക്കിത് നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ട്. അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. നോർമൽ ഒരു ബുക്കൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് നിർത്തി നെക്സ്റ്റ് ഡേ വായിച്ച് നിർത്തി നെക്സ്റ്റ് ഡേ. പക്ഷേ ചില ബുക്സൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നില്ലേ. അപ്പോൾ അത് അപ്പം തന്നെ ഫുൾ, അത് ബുക്ക് എന്നുള്ളതല്ല, സിനിമ ആയാലും സീരീസ് ആയാലും ഒക്കെ. നമുക്ക് സീരീസിന് ഇങ്ങനെ ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. കാരണം അത് എപ്പിസോഡ്സ് കുറേ ഉണ്ടാവും. അതൊരു സിനിമ പോലെ 2.5 മണിക്കൂർ തീരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരീസൊക്കെ ഞാനിപ്പോൾ അങ്ങനെ കാണാത്തതാവും നല്ലതെന്ന് തോന്നാറുണ്ട്. കാരണം എനിക്ക് ഫുള്ള് തീർച്ചയായിട്ടും ഒരു പരിധി കഴിഞ്ഞാൽ പറയും പോവാം നമുക്ക് നിർത്താം നെക്സ്റ്റ് ഡേ കാണാൻ. എനിക്ക് പറ്റില്ല. എനിക്കത് ചിലപ്പോൾ രാത്രി ഫുൾ ഉറങ്ങിയില്ലെങ്കിൽ എനിക്കത് കണ്ടു തീർക്കണം. എനിക്ക് കിടക്കുമ്പോൾ ഒരു മനസമാധാനം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അതിങ്ങനെ കൺഫ്യൂഷൻ. എനിക്ക് നിർത്തണമെന്നുകൊണ്ട് നിർത്തണ്ടാകുന്നുണ്ട്. ഇന്ന് ഫുഡ് പുറത്തുനിന്ന് വാങ്ങണോ? പക്ഷേ വേണ്ട, പുറത്തുനിന്ന് വാങ്ങിയാൽ ശരിയാവില്ല. നമ്മളങ്ങനെ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് മീൽ പ്രപ്പും പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങിയത് എന്നൊക്കെ വിചാരിച്ച് യെസ്. അപ്പം ഞാൻ തൽക്കാലം നിർത്തട്ടെ. മാത്രമല്ല എനിക്ക് 2 എഡിറ്റിങ്ങും കൂടെ ബാക്കിയുണ്ട്, അതും ചെയ്യണം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇങ്ങനത്തെ ബുക്സ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പറ്റാത്തൊരു പ്രശ്നം. അതിന് എന്താണ് പോം വഴി? എനിക്കറിയാം മൺഡേ ടു ഫ്രൈഡേ ആണ് അതിൻ്റെ പോം വഴി. പക്ഷേ അതല്ലാതെ സാറ്റർഡേ സൺഡേ നമുക്ക് ബുക്ക് കിട്ടിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ സ്വഭാവം മിഥുനുണ്ട്. പക്ഷേ മിഥുന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവൾ ചെയ്യുന്നൊരു പരിപാടി അവൾ പഠിക്കില്ല. അവൾ പഠിക്കാതെ രാവിലെ ബുക്ക് തുടങ്ങിയാൽ ഇതിപ്പോൾ ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 10th ആയ കാരണം ഞാൻ ബുക്കൊന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാലും പക്ഷേ മിഥുന് എനിക്ക് തോന്നുന്നു എൻ്റെ സ്വഭാവമാണ്. കാരണം മിഥുന് ഒരു ബുക്ക് കിട്ടിയ ആ ബുക്ക് പഠിത്തം ഒഴിവാക്കിയിട്ട് അവൾ ആ ബുക്ക് കംപ്ലീറ്റ് വായിക്കും. ഇപ്പോൾ 10th ആയതുകൊണ്ട് ഇപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. പഠിത്തം സ്കിപ്പ് ചെയ്തിട്ട് അവൾ ആ ബുക്ക് ഫുള്ള് തീർക്കുക. അപ്പോൾ എല്ലാ ആഴ്ചയും ഓരോ ബുക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് നിർത്തിയിട്ട് ഇപ്പോൾ മാസത്തിലൊരിക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. കാരണം എല്ലാ ആഴ്ചയും ബുക്ക് വായന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് നിർത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതത്ര ഒരു ശരിയല്ല. പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കും കൂടെ വേണമല്ലോ. ഈ എന്നെ പോലെ ഒരു സ്വഭാവമായതുകൊണ്ട് എനിക്ക് കംപ്ലയിൻറ്റും പറയാൻ പറ്റില്ല. കാരണം ഇത് ഫുള്ള് വായിച്ച് തീർത്താലേ അടുത്തേക്ക് അവൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലാന്നുണ്ടെങ്കിൽ എന്നുള്ളതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്വഭാവമാണ്. യെസ്. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ എന്തായാലും അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനൊരു പോം വഴി എന്നും കൂടെ പറഞ്ഞു തരണം. അപ്പോൾ ഇന്ന് ബുക്ക് വായിച്ച സമയം കളഞ്ഞ കാരണം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പ്രോൺസ് ഓർഡർ ചെയ്തു. ഇന്ന് നമ്മൾ ചെമ്മീൻ ചോറാണ്. തട്ടിക്കൂട്ടിയാലും ഏറ്റവും ടേസ്റ്റി ആയിട്ടൊരു സംഭവമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിന്ന് ചെമ്മീൻ ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ചെമ്മീൻ ഓൾറെഡി ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് ഇതിൽ തരിക. ജസ്റ്റ് ഒന്ന് കഴുകുക, മാരിനേറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇവിടെ മട്ട റൈസ് അല്ല, അപ്പോൾ ഞാൻ പൊന്നി റൈസ് വാങ്ങിച്ചു. കാരണം ഇങ്ങനത്തെയൊക്കെ വെക്കുമ്പോൾ ഒന്നെങ്കിൽ ബസ്മതി റൈസ്, അല്ലെങ്കിൽ ബസ്മതി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പൊന്നി റൈസ് ആവും നല്ലത്. മട്ടയാകുമ്പോൾ ആ ഒരു കറക്റ്റ് ഫ്ലേവർ പിടിക്കണം എന്നില്ല. അപ്പം ഈസി ആയിട്ട് നമുക്ക് ചെമ്മീൻ ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടെ നോക്കാം. ഒന്നുമില്ല കേട്ടോ, ഞാനൊരു റീൽസിൽ കണ്ടതാണ്. നമ്മുടെ അവിടെ അങ്ങനെ ഒരു ചെമ്മീൻ ചോറ് പരിപാടിയൊന്നുമില്ല. ഇറച്ചിച്ചോറ് അങ്ങനെ നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ഞാൻ റീൽസിൽ നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഈസിയായി തോന്നി. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. യെസ്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. സമയം 1:30. എപ്പോൾ ഉണ്ടാക്കി എപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ദൈവത്തിനറിയാം. ഈ റൈസ് ഞാൻ കുറേ കാലമായി വെച്ചിട്ട് കേട്ടോ, പൊന്നി റൈസ്. അതുകൊണ്ട് എനിക്ക് ശരിക്കും അറിയില്ല ഇത് പെട്ടെന്ന് വേവും തോന്നുന്നു. പൊന്നി ഞാൻ വാങ്ങാറേ ഇല്ല. ഇവിടെ നമ്മൾ മട്ട റൈസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇത് വേവുന്നത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. നല്ല പെട്ടെന്ന് വേവും തോന്നുന്നു. കുക്കറിലൊക്കെ ചിലപ്പോൾ ഒരു വിസിലിട്ടാൽ പണി കിട്ടുമായിരിക്കും എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കി നോക്കാം. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. കാരണം അത്രയും നല്ല ഡ്രസ്സിൽ എനിക്ക് മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി, എന്തായാലും കഴുകണമല്ലോ വൃത്തിയാക്കിയാലും. അതൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ ആ ഒരു ഡ്രസ്സിലൊക്കെ ആവില്ലേ, പുറത്തിടുന്ന ഡ്രസ്സല്ല. അപ്പം ഞാനത് മാറ്റി എൻ്റെ നോർമൽ സ്ഥിരം വീട്ടിലെ ഡ്രസ്സ്, മിക്കവാറും ഈ ഡ്രസ്സായിരിക്കും നിങ്ങൾ തന്നെ എല്ലാ വ്ളോഗിലും കഴുകാറ്. ഇതാണ് ഞാൻ അധികം വീട്ടിലിടാറ്. അതിട്ടു. ഇനി നമുക്ക് വേഗം ചെമ്മീൻ ചോറിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ചെമ്മീൻ ചോറ് ഭയങ്കര സിമ്പിളാണ്. ഓൾറെഡി ഇങ്ങനെ നേരെയാക്കി വാങ്ങിച്ച ചെമ്മീനാണ് എനിക്കിഷ്ടമുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ ക്ലീൻ ചെയ്താൽ വാങ്ങാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ്. പണ്ട് പ്രസവിച്ച് കിടക്കുന്ന സമയത്തുണ്ടല്ലോ അമ്മ എപ്പോഴും ഉള്ളിച്ചോറ്, അങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉള്ളിച്ചോറ് കഴിക്കും. കാരണം രാവിലെ നമ്മളൊരു 7 മണിക്ക് ആകുമ്പോഴേക്കും നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു 9 മണിക്ക് വിശക്കുമ്പോൾ കഴിക്കുന്നതാണ് ഈ ഉള്ളിച്ചോറ്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത്രയൊന്നും ടേസ്റ്റ് എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. കാരണം ഞാനതങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ആ ഒരു സമയമാണ് എനിക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ. ആ ഒരു മണവും വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് അതും ഉലുവപ്പം, അതും ഞാൻ ഈ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഒരുപാട് കഴിച്ചിട്ടില്ല കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്, അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ അത് വേറെ എവിടെ നിന്നും എനിക്ക് ആ ഒരു ടേസ്റ്റ് ഫീൽ
ഇട്ടിട്ടില്ല. അപ്പോൾ അതെനിക്കിങ്ങനെ ഓർമ്മ വന്നു. അപ്പോൾ ഉള്ളിയും കറിവേപ്പില നന്നായി മൂപ്പിച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് മാത്രമാണ് എരിവിനിട്ടത്. പിന്നെ പൊന്നി റൈസ് ഉണ്ടല്ലോ അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുത്തു. പിന്നെ ഈ ഒരു ചെമ്മീൻ ഇട്ടു. ഇത്രയുള്ള ഉള്ളിച്ചോറ്. ഇതന്നെയാണോ ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഉള്ളിച്ചോറെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പം നമ്മുടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു അബദ്ധം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ പൊന്നി റൈസ് എനിക്ക് ശീലമില്ലാത്തൊരു സംഭവമായതുകൊണ്ട് ഇത്തിരി വേവ് കൂടി കുഴകുഴാന്നായി. ശരിക്കും വിട്ട് കിടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരേണ്ടത്. ടേസ്റ്റ് അടിപൊളി. അങ്ങനെ ഉണ്ട് മിത്തോ? ശരി, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇത് കണ്ടപ്പോൾ നല്ല ചോറും ചെമ്മീൻ കറിയും. ചെമ്മീൻ എൻ്റെ ഫേവറേറ്റ്സ് ആണ്. അപ്പോൾ ചെമ്മീൻ എപ്പോഴും കിട്ടുമ്പോൾ കുറേ ടൈപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. ഈവൻ ചെമ്മീൻ ബിരിയാണി വരെ ഇഷ്ടമാണെങ്കിലും പിന്നെയും ചെമ്മീൻ കറി വയ്ക്കും. ചെമ്മീൻ നല്ല മുളകിട്ട് വെച്ചാലും നല്ല വറുത്തരച്ചാലൊക്കെ ചോറിന് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ചെമ്മീൻ കറി ആയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. പക്ഷേ ഇതും അടിപൊളിയാട്ടോ. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞാൽ ഉള്ളിച്ചോറൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും. കാരണം നല്ല ഉള്ളി മൂപ്പിച്ച ഉള്ളിച്ചോറ് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ മിത്തൂന് ഉള്ളി തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് മിത്തൂന് വലിയ താല്പര്യമില്ല പറയുന്നത്. കാരണം ഉള്ളി മുഴുവൻ മാറ്റണം, ഇനി പറക്കി മാറ്റണം. ഉള്ളി തീരെ കഴിക്കില്ല. പക്ഷെ എനിക്കിഷ്ടമായി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചോറ് ഇത്തിരി കുഴന്നായിപ്പോയി. ചെമ്മീൻ നിറയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ സമയം 7:30. പക്ഷെ ബാക്കിൽ കണ്ട അങ്ങനെ 7:30 തോന്നില്ല അല്ലേ. വെളിച്ചമുണ്ട്. നമ്മുടെ ഇവിടെ ഇപ്പോൾ 7:45 ആവട്ടോ രാത്രി ഇരുട്ടാവാൻ. മഴ എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. മഹാരാഷ്ട്രയിലെ ബോംബെയിൽ ഇനി 40 ദിവസത്തേക്കുള്ള വെള്ളം കൂടി ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പോക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ മാത്രമാണ് വെള്ളത്തിന് ഇതുവരെ പ്രശ്നമില്ലാത്ത. ബാക്കിയുള്ളിടത്തൊക്കെ വെള്ളത്തിനും ഭയങ്കര രൂക്ഷമായ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ, അപ്പോൾ മഴയില്ല ഒന്നുമില്ല. പക്ഷെ എന്നാലും ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വായിച്ചു. അതിൻ്റെ ഇടയിൽ ചെമ്മീൻ ചോറ് ചടവടയെന്ന് പറഞ്ഞുണ്ടാക്കി. ഉച്ചയ്ക്ക് ഇരുന്ന് പിന്നെ കണ്ടിന്യൂസ് വായിക്കുന്ന തുടങ്ങി. ഫുൾ അങ്ങോട്ട് തീർത്തു. ഞാൻ പറഞ്ഞില്ല ഒരു ബുക്ക്. ഇന്നത്തെ ദിവസം അങ്ങനെ ഇന്നത്തെ എൻ്റെ ഇരുത്തം കണ്ടിട്ട് രംഷേട്ടൻ ഇപ്പോൾ പുറത്തിറങ്ങിക്കുകയാണ്. ഡിന്നർ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. രംഷേട്ടൻ പറഞ്ഞു നീ ഇരുന്ന് വായിക്കേ എന്താ ചെയ്തേ. ഞാൻ പറഞ്ഞു എനിക്ക് വേണമല്ലോ ഒരു ദിവസം റെസ്റ്റ്. അപ്പോൾ രംഷേട്ടൻ ഇന്ന് പാവ് ഭാജി ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താകുമോ എന്തോ പാവൊക്കെ വാങ്ങിക്കൊടന്നിട്ടുണ്ട്. അങ്ങനെ ഭാജി ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് കുറേ സാധനങ്ങൾ വാങ്ങിക്കൊടന്നു. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഭാജിക്കുള്ള കുറേ സാധനങ്ങൾ മിസ്സിങ് ആണെന്ന്. അപ്പോൾ പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് സത്യം പറഞ്ഞ ഒരു മടിച്ച് കോതാന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ പണികളൊക്കെ തീർത്തു. ഒരു പണി ഒഴികെ കിച്ചണിലെ പാത്രങ്ങൾ ഡിഷ് വാഷറിലേക്ക് വെച്ചില്ല. കിച്ചണിനോട് കടക്കാൻ വയ്യട്ടോ. അപ്പോൾ ഞാൻ രംഷേട്ടൻ വരുന്നതിൻ്റെ മുന്നേ ഇപ്പോൾ ഇത് വായിച്ച് തീർത്തു. വരുന്നതിൻ്റെ മുന്നേ ഞാൻ ആ കിച്ചണിലൊന്ന് പോയിട്ട് പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ കിച്ചൺ ഉച്ചക്കലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് ഡിഷ് വാഷറിൽ വെക്കണ്ടേ. അപ്പോൾ ഡിഷ് വാഷറിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഡിഷ് വാഷറിലത്തെ കഴുകിയ പാത്രങ്ങളെടുത്ത് പുറത്തേക്ക് വെച്ച് കറക്റ്റ് ആക്കിയാലാണല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പം അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യട്ടെ. ബാക്കി എല്ലാ പണിയും ചെയ്തു കേട്ടോ. പക്ഷെ എന്നാലും അതൊരു വൃത്തികേടല്ലേ കിച്ചൺ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അതുപോലും ചെയ്യാതിരുന്ന് വായിച്ചു. എനിക്ക് ഈ അഖിൽ പി ധർമ്മജൻ്റെ ബുക്സ് എഴുത്തിൻ്റെ എനിക്ക് അതൊരു പ്രശ്നമല്ല. എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത് ഭയങ്കര അതൊക്കെ റാം കെയർ ഓഫ് ആനന്ദിയിലും ഫീൽ ചെയ്തത്. അത് ഭയങ്കര 3 ലക്ഷം കോപ്പി 4 ലക്ഷം കോപ്പിയൊക്കെ വിറ്റുപോയതാണ് കേട്ടോ. ഭയങ്കര ഇതുള്ളതാണ് മൂപ്പരുടെ ഇതൊക്കെ. റാം കെയർ ഓഫ് ആനന്ദി എനിക്ക് തോന്നുന്നു അത് വായിക്കാത്തവരും അത് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷേ എനിക്കത് പേഴ്സണലി ഒട്ടും അവസാനമൊക്കെ ആയപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അത് നല്ല രസമായിട്ട് എഴുതി ഇങ്ങനെ ഭയങ്കര മൂഡിൽ വരുമ്പോൾ ക്ലൈമാക്സ് അങ്ങോട്ട് കൊണ്ടേ വെറുപ്പിക്കും എന്നെനിക്കൊരു പേഴ്സണലി എനിക്ക് റാം കെയർ ഓഫ് ആനന്ദി എനിക്കത് അവസാനം ഒട്ടും ഇഷ്ടമായില്ല അതെനിക്ക്. അപ്പോൾ ഞാൻ ഒരുപാട് ബുക്ക്സ് വായിക്കുന്ന ഒരുപാട് പേരോട് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യം ഇതാണ്. അവർക്കും അതൊരു അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. ഒരു സിനിമാറ്റിക് ഫീലായി പോയി എന്നുള്ളത്. സെയിം ഇത് ഭയങ്കര രസം പറഞ്ഞാൽ നമ്മൾ തന്നെ എന്താ പറയുക നിർത്താതെ നമ്മളിങ്ങനെ വായിക്കാൻ പറ്റിയ ബുക്ക്. പക്ഷേ അവസാനം കൊണ്ടുപോയിട്ട് വെറുതെ അനാവശ്യ ട്വിസ്റ്റുകൾ അനാവശ്യ കുറച്ചും കൂടെ ഭംഗിയിൽ നിർത്തായിരുന്ന ഒരു കഥ അനാവശ്യ ട്വിസ്റ്റുകളായോ എന്ന് എനിക്കിങ്ങനെ ഒരു വെറുപ്പിച്ചിങ്ങോട്ട് അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. മൂപ്പര ബുക്സിൽ എനിക്ക് അങ്ങനെ ഒരു പേഴ്സണലി അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടുണ്ട്. ഇത് പറയാൻ ഞാൻ അത്ര ഒരു എഴുത്തുകാരി ഒന്നുമല്ല. പക്ഷേ എനിക്കെന്തോ അങ്ങനെ തോന്നി. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ നന്നായിട്ട് ബുക്ക് വായിക്കുന്ന ഒരുപാട് പേരോട് ചോദിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് ബുക്ക് വായിക്കാൻ. ഇങ്ങനെ അവസാനം വരെ നമ്മളിങ്ങനെ മുൾമുനയിൽ എൻ്റെ തലയ്ക്ക് ഇങ്ങനെ എന്തോ പോലെ തലയ്ക്ക് ഇങ്ങനെ ആകെ ഒരു വേറൊരു ലോകത്താണെങ്കിൽ അപ്പോൾ കുറച്ച് നേരമായിട്ട് അവസാനം ഇപ്പോൾ കുറച്ച് വെറുപ്പിക്കലായിട്ട് ഫീൽ ചെയ്തു. ആതിര തന്ന ഒരു ബുക്കും കൂടി എൻ്റെ കയ്യിലുണ്ട്, പാറൂട്ടിയവർ. ഇത് ഞാൻ 2-3 പേജ് വായിച്ചു. ഇത് ആതിരയുടെ അമ്മാവൻ എഴുതിയ ബുക്കാണ് ഇത്ര. അപ്പോൾ അതിൽ ആതിരയുടെ കഥാപാത്രങ്ങളും ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ നമുക്കൊക്കെ ഞാൻ എപ്പോഴും പറയും എനിക്ക് നന്നായിട്ട് എഴുതാനൊരു കഴിവുണ്ടെങ്കിൽ
ഇപ്പോൾ MTയുടെ പോലത്തെ കഥകളും അങ്ങനത്തെ ഒക്കെ ഒരുപാട് ബാല്യകാല കഥകൾ, ഒരുപാട് നല്ല കഥകൾ, തറവാടും വീടും കുറേ കാര്യങ്ങളും കുറേ നല്ല മെമ്മറീസ് ഉള്ളതാണ്. പക്ഷെ എനിക്കിത് എഴുതാനുള്ള ഒരു കഴിവില്ല, അതാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യില്ലേ, അതുപോലത്തെ ഒരു ബുക്കാണ്. അപ്പോൾ ഈ ഫുള്ള് വായിച്ചിട്ടില്ല, 2-3 കഥകൾ ഇങ്ങനെ വായിച്ചു. നമ്മുടെ വീട്ടിൽ നമ്മളുണ്ടാകുന്ന കാര്യങ്ങൾ നല്ല രസത്തിൽ എഴുതുക എന്നുള്ളത്. അപ്പോൾ അത് ഉണ്ട്. ഇനി അടുത്ത ബുക്ക് വാങ്ങണം. അപ്പോൾ അതാണ്. യെസ്, അങ്ങനെ ഈവനിങ്ങിൽ ബുക്ക് വായനയൊക്കെ കഴിഞ്ഞ് ഞാനിതേ ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷായി. ഇന്ന് കുറച്ച് ഷൂട്ടിംഗ് പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ രാത്രി ഒരു കുറച്ച് നേരം ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് അടിപൊളി ഡ്രസ്സുകൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ എന്തായാലും ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടുന്നുണ്ട്. അതല്ലാതെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ ആമസോണിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് ഇട്ടിരിക്കുന്ന ഷൂട്ടിങ്ങിനായിട്ട് ഇട്ടതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഷോർട്ട് കുർത്തി ആൻഡ് പാൻറ്റ്. ഇത് നമുക്ക് ഓഫീസിലേക്കൊക്കെ ഇടാൻ പറ്റുന്ന, അല്ലെങ്കിൽ നോർമലായിട്ട് വെറുതെ ഇടാൻ കോളറിനൊക്കെ ഉള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കോളറിനൊക്കെ. അതുപോലെ തന്നെ നല്ല കോട്ടൺ ആണ്, പ്യോർ കോട്ടൺ. ഒരു ക്രീം കളർ പാൻറ്റ്. ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട്. അപ്പോൾ 2 എണ്ണം ആകുമ്പോൾ പലതിലും ഇടാം. ശരിക്കും പറഞ്ഞാൽ 2ഉം വിത്ത് പാൻറ്റും കാര്യങ്ങളും, മറ്റേതും അങ്ങനെ തന്നെയാണ്, വിത്ത് പാൻറ്റും കാര്യങ്ങളും ഒക്കെയാണ്. ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ എത്ര പ്രാവശ്യം കാണിച്ചിട്ടില്ല, അത്രയ്ക്കും കാണിച്ചിട്ടുണ്ട്. ഇത് നല്ല മെറ്റീരിയലാണ് കേട്ടോ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല എംബ്രോയിഡറി വർക്ക്, അത്യാവശ്യം എന്താ പറയുക, ഭയങ്കര നിഴലടിക്കില്ല. ചിലതൊക്കെ ഭയങ്കരമായിട്ട് നിഴലടിക്കില്ല. ഇത് അതില്ല. ഇത് ലൈനിങ് ഒന്നുമില്ല, പക്ഷെ ഒട്ടും നിഴലടിക്കില്ല. നല്ല ഭംഗിയുണ്ട്. ഫുൾ വർക്കായിട്ട് ബാക്ക് സൈഡിലും കണ്ടോ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട്. സ്ലീവ്സിൻ്റെ അവിടെയും വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും ഞാൻ കാണിച്ചതാണ്. ഞാൻ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഇത് ശരിക്കും നിഴലടിക്കണമൊന്നുമില്ല. നല്ല തുണിയാണ്, സോഫ്റ്റ് തുണിയാണ്. എന്നാൽ ഭയങ്കര സോഫ്റ്റ് ഉള്ളിൽ കാണുന്നതും അല്ല. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു പച്ച ഭയങ്കര ഭംഗിയുണ്ട്. പച്ചയിലൊരു ഗോൾഡൻ വർക്കും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അതേപോലെ തന്നെ ഇതിനൊരു യെല്ലോ, നല്ല കോൺട്രാസ്റ്റ് ആണ് കേട്ടോ. ഗ്രീൻ ആൻഡ് യെല്ലോ എന്ന് പറയുന്നത്. അതും നല്ല, നമുക്ക് എപ്പോഴും ഇടാൻ പറ്റും. അമ്പലത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ ഇടുന്ന കാരണം നല്ല ഭംഗിയുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കുർത്തി ആൻഡ് സെറ്റുകളായിട്ട് കാണിക്കുന്നത്. പിന്നെ ഇത് ഞാൻ ഒരുപാട് മുന്നേ കാണിച്ചിട്ടുണ്ടാവും. മിറാജിയോന്റെ ഈ ഒരു ബാഗ്. ഇതിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ബാഗിൽ ഒന്നാണ്. മിറാജിയോന്റെ കുറേ ബാഗ്സ് എൻ്റെ ഫേവറേറ്റ് ബാഗ്സ് ആണ് കേട്ടോ. അതിൻ്റെ തുറക്കുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് ഇത് തുറക്കുന്ന രീതി. അതിൻ്റെ ഉള്ളിലാണെങ്കിലും 2 സൈഡ് ഉണ്ട് വെക്കാൻ, പ്ലസ് നടുവിലൊരു സിബ് ഉണ്ട്. പിന്നെ ആ ഇതിലൊക്കെ കട്ടുന്ന പോലത്തെ ടാഗ്. ഈ കളറും നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ വേറെയും കളേഴ്സ് ഉണ്ട്. മിറാജിയോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര വലിയ ബാഗും എൻ്റെ കയ്യിലുണ്ട്, വളരെ ചെറിയ സ്ലിംഗ് ബാഗും ഉണ്ട്. പക്ഷെ ഒരു എയർപോർട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ, അല്ലെങ്കിൽ വെറുതെ ഒന്ന് പുറത്ത് പോകുമ്പോഴേക്ക് ഇടാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ. ഇനിയുണ്ട് കേട്ടോ ഒരുപാട്. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പ്രോഡക്റ്റുകൾ. ഇവിടെ ആണെങ്കിൽ മഴ പെയ്യുന്ന ഒരു ലക്ഷണം കാണാനില്ല. ചൂടെടുത്തിട്ട് നല്ല അടിപൊളി ചൂടാണ്. മഴ പെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് രംഷേട്ടൻ്റെ വകയാണ് ഡിന്നർ. പാവ് ഭാജി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫ്രീ ആണെന്ന്. യെസ്, അപ്പം ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് വീക്കെൻഡായിട്ട് എന്താ സിനിമയോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഒന്ന് കാണണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതെന്തായാലും എല്ലാ ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ചെറിയ ഒരു എഡിറ്റിംഗ് പരിപാടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇന്നത്തെ സിനിമയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇനി വേറൊരു ബുക്ക് വായിക്കാനുള്ള മൂഡൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്ന് വേറെ ഒരു ലോകത്തിലാണ്. അപ്പോൾ രംഷേട്ടൻ്റെ പാവ് ഭാജി കഴിച്ചതും ഉണ്ടാക്കിയതും ഒന്നും വീഡിയോ എടുത്തില്ല. അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞാൻ. പാവ് ഭാജി അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ പാവ് ഭാജി ആയിരുന്നു. വേറെ ദിവസം ഉണ്ടാക്കുക പാവ് ഭാജി വീഡിയോ ഉണ്ടാക്കാനായിട്ട്. അല്ല, വീഡിയോക്ക് വേണ്ടി സ്പെഷ്യൽ പാവ് ഭാജി അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്ന ഒരേ ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത്. എന്നോട് പറഞ്ഞ എല്ലാ സാറ്റർഡേ സൺഡേ ഞാൻ ഉണ്ടാക്കാത്ത. ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ മീൽ പ്രപ്പ് കൊളായ കാരണം സംഭവിച്ച സംഭവമാണ്. മീൽ പ്രപ്പ് ഉണ്ടാക്കിയില്ല. ഫ്രൈഡേ സമയം കിട്ടിയില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഫ്രൈഡേ എനിക്ക് തോന്നുന്നില്ല മീൽ പ്രപ്പിനെ. അപ്പോൾ തേഴ്സ്ഡേ ചെയ്യേണ്ടി വരും. അത് ഉണ്ടെങ്കിൽ അടിപൊളി, അല്ലെങ്കിൽ ഒക്കെ പണി കാണും. പിന്നെ അറിയാലോ, ഈ ബുക്കൊന്നുമായിട്ട് അങ്ങനെ ഇരുന്ന് പോയി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ പക്ഷെ നല്ല റിലാക്സിങ് ഡേ ആയിരുന്നു. ഇന്ന് ഫുള്ള് റിലാക്സ് ചെയ്ത് അടിച്ച് പൊളിച്ചു. വീക്കെൻഡ് ഞാനിങ്ങനെ ഓരോ വിഭവങ്ങളായിട്ട് വരാം. മിത്തു അടുത്ത ആഴ്ചത്തേക്ക് ബുക്കിംഗ് വന്നിരുന്നു. റെസ്റ്റോറൻറ്റ് തുടങ്ങിയെന്നുള്ളതേ. അല്ല, അതെന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വരുന്ന സമയത്ത് അവളായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഇത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പപ്പ തരാം, ഒരു സാധനം ഉണ്ടായി തരാന്ന് പറഞ്ഞ ഒരു ഡിസ്കഷനിലാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇവർ രണ്ടുപേരും ട്യൂഷന് ഡിസ്കഷനിലാണ്. പകുതി സാധനങ്ങൾ വാങ്ങി വന്നു. ചോദിച്ചത് എന്താ വെച്ചപ്പോൾ ഇന്ന് പാവ് ഭാജി ഇടുന്ന നീ റെസ്റ്റ് എടുക്കുക. ഞാൻ ഓൾറെഡി ഇന്ന് ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ ശരി. അപ്പോൾ അതിലാണ് ഇവരുടെ ഡിസ്കഷനിലാണ് രംഷേട്ടൻ എന്തോ ഒരു
പിന്നെ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ആ ഒരു ഇൻട്രസ്റ്റിൽ വേണം അപ്പാ നല്ല സ്വാദം ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ ആ ഇൻട്രസ്റ്റിൽ വെറുതെ ചോദിച്ചതാ ഇനി എന്താ കഴിക്കാൻ തോന്നുന്നത് അപ്പം നേരെ അടുത്തത് ചോളെ പറ്റൂല പിന്നെ അത് എവിടെ നിന്ന് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നു. ഞാനിപ്പോൾ കുറച്ചൊരു ഡയറ്റൊക്കെ നോക്കി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാതെ രാത്രിയൊന്നും അങ്ങനത്തെ ഒന്നും കഴിക്കാറേ ചെയ്യാത്ത ആളാണ്. ഇന്നിപ്പോൾ തട്ടി വിട്ടു. കാരണം പാവ എന്തൊക്കെ പറഞ്ഞാലും ബാജി പക്ഷെ നല്ലതാണ്, കാരണം എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പക്ഷെ പാവ എന്തൊക്കെ പറഞ്ഞാലും അത്ര നല്ലതല്ലല്ലോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ബട്ടറിലൊക്കെ ഇട്ട് പാവ അടിപൊളി. യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഏതാ സിനിമ ആണ്? പാട്രിയോട്ട് കഴിഞ്ഞ 2 ആഴ്ചയായിരിക്കും, ഒരു 5 മിനിറ്റ് വയ്ക്കും ഓഫ് ചെയ്യും, 5 മിനിറ്റ് വയ്ക്കും ഓഫ് ചെയ്യും, അത് കാണാറില്ല. പിന്നെ നമ്മളൊരു ധനുഷിന്റെ ഒരു സിനിമ ഉണ്ടല്ലേ, അത് രസമുണ്ട് കേട്ടോ സിനിമ, തമിഴ്. ആ രസം, കുഴപ്പമൊന്നുമില്ല. പിന്നെ മധുവിധു ഞാൻ പറഞ്ഞതായിരുന്നു. പിന്നെ ഏതാ സിനിമ നമ്മളിപ്പോൾ അടുത്ത് കണ്ട്? ഒന്നും കണ്ടില്ല അല്ലേ, ഇതൊന്നുമില്ല. പിന്നെ ബാലൻ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലേ തിയേറ്ററിൽ, അതിന്റെ നല്ല റിവ്യൂ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ പോയി ഇവിടെ വന്നിട്ടുണ്ടോണോ ഒന്ന് നോക്കി നോക്കണം. ചിലപ്പോൾ കുറച്ച് ദൂരെ എവിടെയെങ്കിലും ആവും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ യെസ്. അപ്പോൾ ഇവിടെ മഴ പെയ്തിട്ടില്ല. രമേശേട്ടൻ പറയുന്നത് രാത്രി ഫുട്ബോളുള്ള കാരണേ, അത് കാരണം രാവിലെ ചിലപ്പോൾ 6:30-ക്കൊക്കെ കിട്ടും. പക്ഷെ ഓഫീസുള്ള ദിവസമൊക്കെയാണ് നല്ല കളിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ രാവിലെ വീക്കെൻഡിലാവുമ്പോ രാത്രി കുറച്ചു നേരം അത് വെക്കും. അപ്പൊ പിന്നെ സിനിമ എനിക്ക് ആകെ 4-5 പേരെ അറിയുള്ളൂ കേട്ടോ. മെസ്സിനെ അറിയാം, റൊണാൾഡോനെ അറിയാം, എംബാപ്പേനെ അറിയാം, എല്ലാവർക്കും അറിയുന്ന പോലെയൊക്കെ തന്നെയുള്ള ഒരു 4-5 പേര്. പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അറ്റ്ലീസ്റ്റ് സൊപ്പു ക്രിക്കറ്റിനേക്കാളും ഇൻട്രസ്റ്റ് കാണുന്നുണ്ടായിരുന്നു ഇരുന്നിട്ട്. ക്രിക്കറ്റ് സൊപ്പ് കാണാനേ ഇരിക്കില്ല. ആ ലാസ്റ്റ് ഓവറൊക്കെ അടിച്ചാലും സൊപ്പിനോട് ഇരിക്കാവുന്ന സൊപ്പ് വിളിച്ചു. ക്രേസ് വരും ഇരുന്ന് കഴിഞ്ഞാൽ. ഇന്നലെ ഇന്നത്തെ സൊപ്പ് ഒരു കളിയുടെ അടക്കം കുറെ നേരം അതെ എപ്പൊ തുടങ്ങിയെന്ന് കണ്ടിട്ട് എന്ത് കാണാനാണ് വന്നിരിക്കുന്നത്. മറ്റേതിങ്ങനെ ഒരാള് ബോൾ ചെയ്യണോ മുട്ടി മുട്ടി ഇത് മുട്ടലില്ലേ, എല്ലാവരും ഇങ്ങനെ ആക്റ്റീവായിട്ട് ഓടല്ലേ, അത് രസമുണ്ട് പരിപാടി. പിന്നെ പണ്ട് അതെന്താ വെച്ചാൽ ഫുട്ബോളിനോട് എനിക്ക് ഇഷ്ടം ഉള്ള ഒരു കാരണം കൂടി ഉണ്ട്. പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം, ഫുട്ബോൾ എന്താന്ന് പോലും അറിയില്ലെങ്കിൽ എനിക്ക് ഡേവിഡ് ബെക്കാമിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര രസമല്ലേ കാണാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡേവിഡ് ബെക്കാമിനെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുട്ബോൾ എന്നുള്ളൊരു സംഭവത്തിനോട് ഒരു ഇഷ്ടം, അങ്ങനെ ഒരാളോടുള്ള ഇഷ്ടം കൊണ്ട് ഫുട്ബോൾ ഇഷ്ടപ്പെട്ടതാണ് ഞാൻ. ഇപ്പം അങ്ങനെ എല്ലാവരും ഇഷ്ടം. എനിക്ക് റൊണാൾഡോനെ ഇഷ്ടം. മിത്തു റൊണാൾഡോ രമേശേട്ട പോർച്ചുഗലിന്റെ ടീഷർട്ടൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വന്നിട്ടില്ല അല്ലേ? ഒരു ആവശ്യമില്ല. പോർച്ചുഗലൊക്കെ എത്ര കളി കളിക്കും, അർജന്റീനയുടെ വാങ്ങായിരുന്നില്ല. പക്ഷെ എനിക്കും ഇഷ്ടമാണ് റൊണാൾഡോ. അപ്പോൾ പോർച്ചുഗലിന്റെ ഇതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. രമേശേട്ട പിന്നെ ബ്രസീൽ ഫാനാണ് അല്ലേ? എൻ്റെ അച്ഛൻ ജർമ്മനി. ഞങ്ങള് മലപ്പുറംകാരൊക്കെ പണ്ട് മുതലേ ബ്രസീലാണ്. അർജന്റീന ഉണ്ട് കേട്ടോ, അർജന്റീന ഉണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ പണ്ട് മുതലേ ആ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പോരാ. അപ്പൊ എന്റെ അച്ഛനൊക്കെ ഞാൻ ഓർമ്മ വെച്ച കാലത്ത് അച്ഛൻ ജർമ്മനി. അച്ഛന് ജർമ്മനി ഭയങ്കര ഇഷ്ടമുള്ള രാജ്യമാണ്. ഭയങ്കര ഇഷ്ടം. എന്താ സംഭവം അറിയില്ല. ജർമ്മൻ പ്രോഡക്ട്സ്, ജർമ്മൻ കാറ്, ജർമ്മനിയുടെ ഫുട്ബോൾ ടീം. ഈ കഴിഞ്ഞ ജന്മത്തിൽ ജർമ്മൻകാരനായിരുന്ന ആളാണോ ഞങ്ങൾ എപ്പോഴും പറയും. അപ്പൊ ഇപ്പൊ ജർമ്മനി ഉണ്ടോ? അതെ. അപ്പൊ അച്ഛൻ എന്നും പണ്ടൊക്കെ ഓർമ്മയുണ്ട്, ഫുട്ബോളൊക്കെ വരുമ്പോൾ പടക്കൊക്കെ പൊട്ടിക്കും ഓരോ ടീമൊക്കെ ജയിച്ചു കഴിഞ്ഞു. പക്ഷെ രമേശേട്ടന്റെ അച്ഛൻ രാത്രി എന്നും കളി കാണും. ഉറക്കൊഴിച്ചിരുന്ന് അലാറം വെച്ച് എന്നും എപ്പോഴും എല്ലാ കാലത്തും. ഐ മീൻ റിട്ടയർ ചെയ്ത് വന്നതിന്റെ ശേഷം അതുവരെ അപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോഴും കാണണ്ടല്ലേ? എന്താ മോനെ ഞാൻ ഇന്നലത്തെ കളി കണ്ടിട്ടേ എന്താ ഭയങ്കര വിവരായിരുന്നു. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കാണാൻ ഭയങ്കര ഒരു അത്ഭുതം കേട്ടോ. ഈ അലാറൊക്കെ വെച്ചിരുന്ന് 2 മണിക്കൊക്കെ കളി കാണാൻ പറയുമ്പോഴേ അച്ഛന്റെ പ്രായം കൂടെ നോക്കണ്ടേ. ടി വി ഒന്നും മറ്റേ കേബിളൊന്നും കാണലിനെ ഉണ്ടായിരുന്നില്ല കുറെ ദിവസമായിട്ട് വീട്ടില്. എന്നിട്ടിപ്പോ ചാനൽ ഫുട്ബോളായപ്പോ ചാനലൊക്കെ റെഡിയാക്കി അച്ഛൻ ആക്റ്റീവാക്കി അച്ഛൻ ഇരുന്ന് കാണുന്നുണ്ട് പറഞ്ഞിട്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ. അല്ല പണ്ട് നമ്മളൊക്കെ ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. കാരണം പണ്ടും നാട്ടിൽ ഈ പാതിരാത്രിക്ക് നമ്മൾ ഇരുന്നിട്ട് ഫുട്ബോൾ മാച്ച് കാണുക എന്നുള്ളത് ഒരു നൊസ്റ്റാൾജിയായിരുന്നു ഞങ്ങളൊക്കെ. പക്ഷെ അന്നൊക്കെ ബ്രസീൽ ഒരു ടീം ഉണ്ടായിരുന്നു. സൊപ്പോ ഓഹോ എന്തായിരുന്നു അറിയോ? റൊണാൾഡീഞ്ഞോ, റൊണാൾഡോ, റിവാൾഡോ, പിന്നെ റോബർട്ടോ കാർലോസ്, കാക്ക, ഡാമേ, അന്നൊക്കെ ഞങ്ങളിങ്ങനെ. പക്ഷെ ഞാൻ പണ്ടൊരു അതിന്റെ ഇടയ്ക്ക് വെച്ച് ഞാനൊരു സിദാൻ ഫാൻ ആയിരുന്നു.
സിദാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സിദാൻ്റെ ഫോട്ടോ വരച്ചിട്ട് കൊണ്ട് ഇപ്രാവശ്യം സിദാനാണ് ലോകകപ്പിലെ താരാവെന്ന് പറഞ്ഞ ആ വേൾഡ് കപ്പിലാണ് സിദാൻ മറ്റുള്ള തലയ്ക്ക് മറ്റേ വയറ്റിക്ക് തലയിട്ട് കുത്തിയിട്ട് വേൾഡ് കപ്പിൽ തന്നെ ഔട്ടായി പോയത്. ഭയങ്കര ഇഷ്ടമായി ആ വേൾഡ് കപ്പിക്ക്. ഇപ്പോൾ ശരിക്കും ഓർമ്മയുണ്ട് പണ്ടത്തെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. ഇനി എന്താ നമ്മുടെ പരിപാടി വെച്ചാൽ എന്തെങ്കിലുമൊക്കെ സിനിമയൊക്കെ കണ്ട് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നല്ല മഴ തുടങ്ങും എന്നൊക്കെ രംഷകൻ പ്രവചിക്കുന്നുണ്ട്. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് തമ്പുരാനറിയാം മഴ തുടങ്ങിയാൽ മതിയായിരുന്നു. മഴ ആസ്വദിക്കാൻ എന്ത് ചൂടറിയോ, ഭയങ്കര ചൂട്. വെള്ളമൊന്നും കിട്ടാതെ മൊബൈൽ ഇങ്ങനെ പോകണമെങ്കിൽ. അപ്പോൾ അത് മഴ പെയ്തിട്ട് വേണം മഴക്കാലം ഒന്ന് ലോണാവാലെ പോകാൻ. മഴ പെയ്തിട്ടാണ് ലോണാവാലെ പോകാൻ. കുത്തിയായിട്ട് വയ്യാന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. പ്രശ്നം മാത്രമേ പോവാം. നമ്മൾ വ്ളോഗിൽ മാത്രമേ കാണിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ പണ്ട് പോയതാണ് മാത്രമല്ല. അപ്പോൾ നല്ല രസമുള്ള സ്ഥലമല്ലേ. ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും മാത്രമല്ല വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ കുറച്ച് മെമ്മറീസും കല്യാണം കഴിഞ്ഞ് പോയ ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഞങ്ങൾക്ക് മാത്രമേ ട്രിപ്പിൽ. മാത്രമേ മാൾഷേജ് ഘട്ട് അല്ലേ, അങ്ങനത്തെ മാൾഷേജ് ഘട്ട് പിന്നെ നമ്മൾ ഒരിക്കലും മറക്കില്ല. നമ്മൾ പൃഥ്വിരാജിനെയൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത സ്ഥലമാണ്. ഉറുമി ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഉറുമി ഞാൻ പെട്ടെന്ന് മഹാബലേശ്വർ വിചാരിച്ചു. രാവൺ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഉറുമിയുടെ സെറ്റില് നമ്മൾ പോയിട്ട് നമ്മൾ എത്ര ഒരു ഫുൾ ഡേ നമ്മള് സെറ്റിൽ ഇരുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. ഇന്നെന്ന് കാണിച്ചാൽ നടക്കില്ല. ഈ മൊബൈലിൽ നിന്നൊക്കെ അവര് അടുപ്പിക്കും കൂടി ഉണ്ടാവില്ല. അന്ന് നമ്മൾ നമുക്ക് അന്നൊരു ഫോട്ടോ കിട്ടി, ക്യാമറയിലായിരുന്നു അല്ലേ. എന്നിട്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ വെറുപ്പിച്ച് ഷൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇതിന്റെ ഒരു ഡ്രസ്സ് സെസ് ഞാൻ ആലോചിക്കുന്നത്. 4 ആളെ കുത്തിക്കൊണ്ടൊരു ഓവർസൈസ്. ഇപ്പോഴാണെങ്കിൽ അത് അടിപൊളിയായിരുന്നു. ഒരു ഓവർസൈസ് ടീഷർട്ടിന്റെ കൂടെ സുന്ദരിയായ ജലീലി സന്തോഷ് ശിവനൊക്കെ നിന്നിട്ട് ഞാനൊരു എൻ്റെ ഒരു കോലം അന്ന് കാണണം. ഒരു കൂടെ ഫോട്ടോ ഇന്നൊക്കെ അത് കാണിക്കാൻ പോലും പറ്റില്ല എൻ്റെ കോലം. കാരണം ഞാൻ കുറച്ചുകൂടെ ഭംഗിയിലൊക്കെ നടന്നിരുന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും നടുവിലൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ ആയിരുന്നു. അന്ന് സ്വപ്നം ഓർമ്മ ശങ്കരാമകൃഷ്ണൻ മുപ്പര് നമ്മളായിട്ട് ഭയങ്കര വർത്താനം. സിനിമയിലൊന്നും അങ്ങനെ അന്ന് മുപ്പര നമുക്ക് അറിയും കൂടി ഇല്ല അങ്ങനെ ഒരാളുണ്ടെന്നും കൂടി. മുപ്പര് എത്ര ഭയങ്കര വർത്താനം. മുപ്പര് ഭയങ്കര ഒപ്പം ഇരുന്നിട്ട് ഇരിക്കും. നമുക്ക് മലയാളിനെ കിട്ടി കാണാൻ വേണ്ടി കൊതിക്കുകയാണ്. ആ ഏരിയയിലൊന്നും മലയാളി പോയിട്ട് ആരുമില്ല. എവിടെ വീട് എന്തൊക്കെയാണ് വർത്താനം. ഞങ്ങള് കുറെ നേരം ഷൂട്ടിംഗ് കണ്ടു. എന്ത് ബോറിംഗ് ആയിരുന്നു ഷൂട്ടിങ്ങിന്റെ. അമ്മയെ നല്ല ബോറ് പരിപാടി. പൃഥ്വിരാജ് ഒരേ സീൻ തന്നെ വൈകുന്നേരമായിട്ട് ഒരൊറ്റ സീൻ തന്നെ ചെയ്യാം. പക്ഷെ എന്താ മിസ്സായതെന്ന് വെച്ചാൽ വിദ്യാബാലനും ഒക്കെ നെക്സ്റ്റ് ഡേ ആ വരുള്ളൂ. പ്രഭുദേവി വിദ്യാബാലന്റെ ഒക്കെ ഷൂട്ട് നെക്സ്റ്റ് ഡേ ആ വരുന്നു. പക്ഷെ അപ്പോഴേക്കും നമ്മൾ മൾഷേജ് കേട്ടെന്ന് പോരുകയായിരുന്നു. അത് നമുക്ക് മിസ്സായിപ്പോയി. അങ്ങനെ നല്ല രസമുള്ള ഒരു ഓർമ്മകളായിരുന്നു മാർഷേജ് കെട്ട്, അതുപോലെ മാത്രമേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിതൊന്നും വ്ളോഗ്, നമ്മൾ ഈ സ്ഥലങ്ങളൊന്നും വ്ളോഗിങ് ചെയ്തിട്ടില്ല. മഹാരാഷ്ട്രയിൽ നമ്മൾ എത്ര സ്ഥലം പോയിട്ടുണ്ട്. പക്ഷേ ഈ ലോണാവാല തന്നെയാണ് നമ്മൾ അധികം വ്ളോഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയൊക്കെ കാണിക്കും. പക്ഷെ നല്ല മഴ പെയ്യണം. കാരണം വാട്ടർഫോളാണ് ഇവിടെയൊക്കെ മെയിൻ. അപ്പോൾ ഭംഗി വരണമെങ്കിൽ അസല മഴ പെയ്ത് നല്ല വാട്ടർഫോൾ വരണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ആ വീഡിയോസൊക്കെ മാത്രമേ സൂപ്പർ പ്ലേസ് ആട്ടോ. മിത്തു കണ്ടിട്ടില്ല. മിത്തു ജനിക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഇവിടെയൊക്കെ പോയിട്ടില്ല. ലോണാവാലയാണ് പിന്നെ മിത്തു ജനിച്ചതിന് ശേഷം ഒരു 10-20 പ്രാവശ്യം പോയിട്ടുണ്ട് ലോണാവാല. പോണ വഴിക്കല്ലേ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്രാവശ്യം നമുക്ക് പോകണം കേട്ടോ. എന്തായാലും പോകണം. മഴ ഒന്ന് പെയ്ത് ഒരു 1 മന്ത് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് പണ്ടത്തെ പോലെയല്ല. ഇപ്പൊക്കെ നല്ല തിരക്ക്. വന്നത് മാത്രമല്ല ഒരു മനുഷ്യക്കുട്ടി ഉണ്ടായിരുന്നില്ല അല്ലേ. മാൾഷേജ് ഘട്ടിലൊന്നും വന്നൊന്നും ഇത്ര ഒരു 15-16 ഇയേഴ്സ് ബാക്ക്. അപ്പോൾ ഇപ്പൊക്കെ പക്ഷെ ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആയിട്ട് വീഡിയോയിലൊക്കെ കാണിച്ച് ഇൻസ്റ്റയിലൊക്കെ കാണിച്ച് എല്ലാവരും അങ്ങടാ തോന്നുന്നുണ്ട് തള്ളി കയറുന്നത്. ബൈക്കിന്റെ ബാക്കിലിരുത്തിയിട്ട് ഞങ്ങള് മഴയത്ത് ഫുൾ ഞങ്ങള് ബൈക്കിലാ പോയത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ എത്ര ഫോട്ടോസ് ആക്കി ഇട്ടില്ല. മാത്രമേ പിന്നെ വേറെ തന്നെ സ്റ്റോറി നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. കുതിരപ്പുറത്തൊക്കെ പോയത്, കുതിരയിൽ നിന്ന് വീഴാൻ പോയത് നല്ല രസമായിരുന്നു മാത്രമേ. അങ്ങനെ അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ കുറേ നൊസ്റ്റാൾജിക് വർത്താനായിട്ട് നമ്മളിങ്ങനെ പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.